ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് വൃത്തിയാക്കുകയാണ്. അപ്പോൾ അതൊക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ വെള്ളം ഓരോ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോഷക ഗുണമുണ്ട്. നമ്മളെ ബീഫ് കഴുകിയ വെള്ളമൊക്കെ ആണെങ്കിലും ഇത് പെട്ടെന്ന് ചെടികൾ വളരാനും പൂക്കാനും ഒക്കെ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ടിന് കൊണ്ടുപോയി കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെടികൾക്കും ഒക്കെ കുറച്ച് വെള്ളം കൂടി കൂടുതൽ ചേർത്തിട്ട് എല്ലാ ചെടികൾക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കായൊക്കെ പെട്ടെന്ന് പിടിക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇതും കുറച്ച് പഴത്തൊലിയും എല്ലാം കൂടെ കൂട്ടിയിട്ടാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ബീഫൊക്കെ കഴുകി വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് എണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും വഴറ്റുന്നില്ല കേട്ടോ. ഒക്കെ പച്ചക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം പച്ചമുളകും സവാളയും ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രൂപത്തിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ കുരുമുളക് പൊടിയൊക്കെ നന്നായി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളതിലേക്ക് വഴനയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറാമ്പൂവും ഏലക്കായും എല്ലാം പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകവും എല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രൂപത്തിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. 4 വിസിലടിക്കുന്ന വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളൊന്ന് തീ കുറച്ചതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞ് തീ ഓഫാക്കിയാൽ നമ്മളെ ബീഫൊക്കെ അടിപൊളിയായി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് വേവിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്ന ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായി നരിഞ്ഞ് എടുക്കുന്നുണ്ട്. ചക്ക ചെറിയ പീസുകളായിട്ട് ഫ്രീസറിൽ വെച്ചതായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളൊന്ന് അതെടുത്ത് ഒന്ന് തണുപ്പൊക്കെ പോയതിന് ശേഷം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ചക്കക്കാലം കഴിഞ്ഞാലും നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ 1-2 ചക്കയൊക്കെ ഇതുപോലെ ചെറിയ പീസുകളാക്കി നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മളെ ബീഫൊക്കെ. അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കറിയിലേക്കാണ് നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് അങ്ങ് ഇനി അരവൊന്നും ആവശ്യമില്ല. നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ മതി. എല്ലാ കഷ്ണങ്ങളും മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വെറും കറി മാത്രമാണ്. അപ്പം അതിൽ എല്ലാ ചേരുവകളും ചേർന്നിട്ടുണ്ടല്ലോ. അപ്പം അതൊന്ന് നന്നായി വെന്ത് കിട്ടിയാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബീഫും ചക്കയും റെഡി ആയി കിട്ടും കേട്ടോ. ബീഫ് കിട്ടുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ബീഫായാലും മീനായാലും എന്ത് കഴിച്ചാലും നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇലക്കറി ആവശ്യമാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഇലക്കറികൾ. അതെല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിന് വേണ്ടി കുറച്ച് ചായമൻസാറിന ചീര എടുത്തിട്ടുണ്ട്. അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. പരിപ്പും ഇലയും പാടെ ഒന്ന് നന്നായി കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നരച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളി ചീരക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അതിന് ശേഷം പൂച്ചക്ക് കുറച്ച് ചോറും മീനും കൂടെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. എന്താ പറയുക, നല്ല ഭംഗിയുള്ള പൂച്ചക്കുട്ടികളാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ പൂച്ചകളൊക്കെ പ്രസവിച്ച് കിടക്കുന്നുണ്ടാവില്ല ചില വീട്ടിലൊക്കെ. അപ്പം നന്നായി കെയർ ചെയ്യുക, കാരണം അവർക്ക് നമ്മുടെ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. മോളി കയറി കിടക്കുന്നുണ്ട്. നിലത്തിലൊക്കെ ഉണ്ടല്ലോ.